വള്ളംകളിക്കൊപ്പിലെ ആവേശപൂരത്തിൽ മലയാളി ഉള്ളറിഞ്ഞു വിളിക്കുന്നതാണ് ആർപ്പോ ഇറോയും തിത്തിത്താരയുമൊക്കെ. ആ പാട്ടുകളുടെ താളമില്ലെങ്കിൽ പിന്നെ വള്ളംകളിക്ക് എന്ത് ചന്തമാണുള്ളത്? മലയാളിക്ക് മാത്രമല്ല വിദേശികൾക്കുമുണ്ട് വള്ളംകളി പാട്ടുകൾ. റാസൽ ഖൈമയിലെ നെഹ്റു ട്രോഫി വള്ളംകളിക്കിടെ അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേടുതീരത്തക്കവണ്ണം താളത്തിൽ ഇങ്ങനെ ഏറ്റുപാടുന്ന പാട്ടുകളല്ലേ ശരിക്ക് വള്ളംകളിയുടെ സൗന്ദര്യം. ഓളപ്പരപ്പിൽ കുതിച്ചുപായുന്ന വള്ളത്തിന്റെ വേഗത്തിനൊപ്പം പാട്ടിങ്ങനെ ഒറ്റ താളത്തിൽ ഒറ്റ സ്വരത്തിൽ. ചുമ്മാ വള്ളത്തിൽ കയറിയിരുന്ന് ആഞ്ഞു വിളിച്ചാൽ കിട്ടുന്നതല്ല ആ പാട്ടിൻ്റെ താളം. അതിന് ചിട്ടവട്ടങ്ങളുണ്ട്, നിഷ്ഠയുണ്ട്. പാടിപ്പാടി അവർ തന്നെ ഒരു പാട്ടായി മാറുന്നതിൻ്റെ ചന്തമുണ്ട്. ആർപ്പോ ഇറോ വിളികൾക്കിടയിലൂടെ നടക്കുന്നതിനിടെയാണ് കുറച്ച് മറുനാടൻ തുഴച്ചിലുകാരെ കണ്ടത്. അവർക്കും ഉണ്ടാകും പാട്ടെന്നുറപ്പ്. അടുത്തു ചെന്നും അവരുടെ പാട്ടെന്താണ് എന്നായിരുന്നു ചോദ്യം. അവരിങ്ങനെ പാടി. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ വീണ്ടും കണ്ടു രണ്ട് വിദേശ സംഘത്തെ. അവർക്കുമുണ്ടായിരുന്നു താളത്തിലൊരു ഐറ്റം, മുദ്രാവാക്യം പോലെ ഒന്ന്. മറ്റൊന്ന് ഇങ്ങനെയായിരുന്നു. ക്യാമറമാൻ യാസിർ അറഫത്തിനൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.